6 വയസ്സിനിടെ 100ഓളം കളിപ്പാട്ടങ്ങൾ ആർട്ടിഫിഷ്യൽ ക്ലേ കൊണ്ട് നിർമ്മിച്ച ഒരു കുട്ടി കൂട്ടുകാരനുണ്ട് കാസർഗോഡ്. കോട്ടപ്പാറ സ്വദേശിയായ ശബരി സുബ്രഹ്മണ്യൻ ശില്പങ്ങൾ നിർമ്മിക്കാൻ പഠിച്ചത് യൂട്യൂബിന്റെ സഹായത്തോടെയാണ്. മൂന്നാം വയസ്സിൽ അടുക്കളയിലിരുന്നാണ് ശബരി ആദ്യത്തെ കളിപ്പാട്ടമുണ്ടാക്കിയത്. അതും അമ്മ കുഴച്ചു വെച്ച ചപ്പാത്തി മാവ് കൊണ്ട്. മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ പ്രോത്സാഹനവുമായി കൂടെ നിന്നു. പിന്നീട് ഈ കുരുന്നു കൈകളിലൂടെ രൂപം കൊണ്ടത് അനവധി രൂപങ്ങളാണ്. ഫ്ലവർ, റോസാപ്പൂ ചേച്ചി ആപ്പിക്കാൻ പഠിച്ചത്, തെയ്യെല്ലാം ഞാൻ ആക്കുന്നത്. അമ്മ അരുണ്ട ചപ്പാത്തി തരലുണ്ട്, അതിൽ ഞാൻ ആക്കിയിട്ട് ക്ലേയിലേക്ക് പോയത്. ആദ്യഘട്ടത്തിൽ മൃഗങ്ങളുടെ രൂപങ്ങളാണ് നിർമ്മിച്ചതെങ്കിൽ പിന്നീട് ദൈവങ്ങളുടെയും തെയ്യങ്ങളുടെയും രൂപങ്ങളിലേക്ക് അത് മാറി തുടങ്ങി. ക്ലേ മേടിച്ചു കൊടുത്തിട്ട് അവൻ ഓരോന്നോരോന്നും ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളതങ്ങനെ കാര്യമാക്കിയില്ല. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് പൊളിച്ചുകൊണ്ടും ആക്കിക്കൊണ്ടിരുന്നു. ഞാൻ ക്ലേ മേടിച്ചുകൊണ്ടിരുന്നു. ചിത്രങ്ങൾ നോക്കിയാണ് ആദ്യമൊക്കെ ശില്പങ്ങൾ നിർമ്മിച്ചതെങ്കിലും പിന്നീട് തനിക്ക് ചുറ്റും നടക്കുന്നതും കാണുന്നതുമെല്ലാം ഓർത്തെടുത്ത് ഈ കൊച്ചുമിടുക്കൻ കളിപ്പാട്ടങ്ങളുണ്ടാക്കി. കായിക താരങ്ങളും വെബ് സീരീസിലെ കഥാപാത്രങ്ങളും അങ്ങനെ ശബരിയുടെ കരവിരുതിൽ വിരിഞ്ഞു നിന്നു. ഞാൻ ചപ്പാത്തി ആക്കുമ്പോൾ വന്നിട്ട് ചോദിക്കും, ഇങ്ങനെ അമ്മ എനിക്ക് ഒന്ന് താ. അപ്പോൾ ഞാനൊരു ഉരുളെടുത്തിട്ട് കൊടുക്കുവാന്. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോ രൂപയിലാക്കി കൊണ്ട് വയ്ക്കാൻ തുടങ്ങി. പിന്നീട് മറ്റേ മക്കളെല്ലാം പറഞ്ഞു, അമ്മ അവന് ക്ലേ മേടിച്ചു കൊടുക്കുക, അവർ എന്തെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മേടിച്ചത് ക്ലേ. വാഴക്കോട് ഗവൺമെന്റ് സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശബരി സ്കൂളിലെ അധ്യാപകർക്കും കൂട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവനാണ്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് ചേരുന്നുണ്ട് തത്സമയം. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുമായിരുന്നു, അമ്പടം എടുക്കുക, ഇവൻ ആള് തിരക്കേടില്ലല്ലോ എന്ന്. എന്ത് ഗംഭീരമായിട്ടാണ് ഉണ്ടാക്കുന്നതല്ലേ? ശബരിയെക്കുറിച്ചൊക്കെ ഓർക്കുന്ന സമയത്ത് നമുക്കൊക്കെ സാധാരണയായിട്ട് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരില്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നാട്ടിലൊക്കെ തന്നെ കളിമണ്ണ് എടുത്ത് വെച്ച് ശേഖരിച്ച് വെച്ച് രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കുട്ടിക്കാലം നമുക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ കളിമണ്ണും കാര്യങ്ങളൊന്നും കിട്ടാനില്ല. കുട്ടികൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് ആർട്ടിഫിഷ്യൽ ക്ലേ തന്നെ വേണം. ശബരി പക്ഷേ എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ക്ലേ ആണെങ്കിൽ പോലും അവൻ ആ ഒരു രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള സാധാരണ കുട്ടികളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള രൂപങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അവൻ്റെ വൈഭവം. 150-150ഓളം രൂപങ്ങളാണ് ഇതുവരെ ഈ 6 വയസ്സുകാരൻ ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മളൊക്കെ തന്നെ തുടങ്ങുന്നത് പോലെ വീട്ടിലെ അടുക്കളയിൽ അമ്മ കുഴച്ച് വെച്ച ചപ്പാത്തി മാവിൽ നിന്നാണ് ശബരി ഇത്തരത്തിൽ രൂപങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. പൊതുവെ നമ്മളെയൊക്കെ അമ്മമാർ ഇങ്ങനെയൊക്കെ നമ്മൾ മാവൊക്കെ എടുത്ത് കളിച്ചു കഴിഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കൾ നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നാലെ ഓടാറാണ് പതിവ്. പക്ഷേ ശബരിയുടെ അച്ഛനും അമ്മയൊന്നും അങ്ങനെയല്ല. അവർ പിന്തുണ കൊടുത്തു. അവർ പറഞ്ഞു കൊടുത്തു, മോനെ ചപ്പാത്തി മാവ് കൊണ്ടല്ല, ഇങ്ങനെ ക്ലേ പോലുള്ള സാധനങ്ങൾ ഞങ്ങൾ മേടിച്ച് തരാം, അതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. ശബരിക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തു. ശബരിക്ക് അതുപോലെ തന്നെ ആദ്യം ശബരിക്ക് പഠിച്ചെടുക്കാനായിട്ട് നമുക്കറിയാലോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഉള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബൊക്കെ നോക്കിയിട്ടായിരുന്നു ശബരിയുടെ പഠനമൊക്കെ തന്നെ. അപ്പോൾ അച്ഛനും അമ്മയും എപ്പോഴും കൂടെ നിന്ന് കൊടുത്തു. അതിനുശേഷം ആദ്യമൊക്കെ ശബരി ഇതുപോലെ തന്നെ കൊച്ചു അവൻ കാണുന്ന കാർട്ടൂണുകളിലെയൊക്കെ തന്നെ മൃഗങ്ങളുടെ രൂപങ്ങളും കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ രൂപങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് അത് ദൈവങ്ങളുടെ രൂപങ്ങളായി മാറി, തെയ്യങ്ങളുടെ രൂപങ്ങളായി മാറി. ഇപ്പോൾ അവനെ ചുറ്റും കാണുന്ന എല്ലാ കാഴ്ചകളും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയിട്ടുള്ള വെബ് സീരീസുകളുടെ പ്രധാന കഥാപാത്രങ്ങളെ ഉണ്ടാക്കി എന്ന് പറയുമ്പോഴാണ് ആ കുട്ടിയുടെ ഒരു സൂക്ഷ്മത എല്ലാം കാണുന്ന സമയത്ത് അവൻ അതിൽ കൊടുക്കുന്ന ഒരു കോൺസെൻട്രേഷനെ കുറിച്ച് കൂടി നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ശബരി നല്ലൊരു കലാകാരനായി വളർന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ശബരിയുടെ ഭാവി ജീവിതത്തിന് ഭാവുകങ്ങൾ കൂടി ഈ ഒരു അവസരത്തിൽ നേരുകയാണ്.